ഹലോ സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത. VFSൽ ഡ്രോ വഴി, ലക്കി ഡ്രോ വഴി ഇപ്പോൾ ഡേറ്റ് കിട്ടുന്നുണ്ട്. പലർക്കും കിട്ടി. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ടാണ് അവർ ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വർക്ക് പെർമിറ്റൊക്കെ ഉള്ള ആൾക്കാരും ഈ ലക്കി ഡ്രോ വഴി അപേക്ഷിച്ച് ഇട്ടിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? PCC ഒക്കെ എടുത്ത് വെച്ചോളണം. എക്സ്പയർ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി, മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കി PCC ഒക്കെ റെഡിയാക്കി വെച്ചോളണം. കാര്യം പെട്ടെന്ന് എങ്ങാനും ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് PCC എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. 3 ദിവസം കൊണ്ടൊന്നും PCC കിട്ടത്തില്ല, അറിയാമല്ലോ അല്ലേ? അപ്പോൾ അത് മുൻകൂട്ടി നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കുക. ഇപ്പോൾ പെട്ടെന്നാണ് ഡേറ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്കൊരു ചേട്ടന്, വേണ്ടപ്പെട്ട ഒരു ചേട്ടന് ഡേറ്റ് കിട്ടി. പുള്ളി ഇന്ന് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. കാര്യങ്ങൾ പുള്ളി മുന്നേ തന്നെ PCC കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരെ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞു, സബ്മിറ്റ് ചെയ്തു. പിന്നെ വിസ അടിച്ച് കിട്ടും. കാരണം ഇപ്പോൾ റിജക്ഷൻ കൂടുതലാണ്. അപ്പോൾ വിസ അടിച്ച് കിട്ടിയാലേ പുള്ളി കുറേ ബാധ്യതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പുള്ളിക്കെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും ബാധ്യതയും കാര്യങ്ങളും ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടാണ് പുള്ളിയുടെ അവസ്ഥ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിസ അടിച്ച് കിട്ടാൻ വേണ്ടി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പുള്ളി കടന്നു പോയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും VFSൻ്റെ ഡേറ്റും കിട്ടട്ടെ, വർക്ക് പെർമിറ്റ് കൊടുത്തിരിക്കുന്നവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് തന്നെയാണ്, നമുക്ക് ഓക്കെയാണ്, സെറ്റാവും, ലൈഫെല്ലാം സെറ്റാവും. എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു കടമ്പ. പിന്നെ ഈ അടുത്ത കൊല്ലം വിസ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അടുത്ത വിസ അടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ. കാരണം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ മറ്റുള്ളവർക്ക് പറയാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്ന ലോഡ് എടുത്തിട്ട് പോളണ്ടിൽ ലോഡിങ്ങിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ കാര്യം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? പിന്നെ വേറെ പറയാനായിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നുമില്ല. VFS പിന്നെ ഈ ലാസ്റ്റോടുകൂടി മാറ്റങ്ങൾ സംഭവിക്കുമെന്നൊക്കെ പറയുന്നു. എന്ത് മാറ്റമാണെന്നുള്ളത് അറിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോയിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ലിത്വാനിയയിൽ നിന്നിട്ട് പോളണ്ടിൽ വന്ന് ജോലി എല്ലാം, ഇവിടുത്തെ പേപ്പറെല്ലാം ആയി. പക്ഷേ TRC കിട്ടണമെങ്കിൽ എങ്ങനെയായാലും 6-7 മാസം എടുക്കും. അപ്പോൾ ലിത്വാനിയയിൽ തന്നെ വന്ന് അവർ അവിടെ ഇരുന്ന് 2-3 മാസം അവിടെ ഇരുന്ന്, നാട്ടിൽ നിന്ന് വന്ന് അത്രയും പൈസ. നമ്മളെ ഇന്ത്യയിൽ ലിത്വാനിയയുടെ VFS ഒന്നും ഇല്ലെന്നറിയാമല്ലോ. അപ്പോൾ അവർ തായ്ലാൻഡിലും സിംഗപ്പൂരിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് VFS സബ്മിഷനും കഴിഞ്ഞ് അവർക്ക് നാട്ടിൽ നിന്ന് തന്നെ TRC കിട്ടുക. വിസ അടിക്കത്തില്ല പാസ്പോർട്ടിൽ. അപ്പോൾ ഇവർ ഈ കമ്പനിയിൽ വരും. എല്ലാ കമ്പനിയും അങ്ങനെയാണെന്നല്ല, ചില കമ്പനികൾ വന്ന് തോനെ ട്രെയിനിങ് കൊടുക്കുന്നു. അവർക്ക് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതിന് കണക്കില്ല. അത്രയ്ക്കും വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളും. ചെറിയൊരു പ്രശ്നത്തിന് തന്നെ വലിയ ഇതാണ് കിട്ടുന്നത്, ട്രെയിനിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് അവർ നേരെ പോളണ്ടിൽ കോണ്ടാക്ട് ചെയ്ത്, പോളണ്ടിൽ ഇവിടെ നമ്മുടെ കമ്പനിയിലും അല്ലാതുള്ള കമ്പനികളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ വന്ന് വർക്ക് പെർമിറ്റും ഫിംഗറിങ് എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാകുമ്പോഴത്തേക്കാണ് വിടുന്നത്. പക്ഷേ പോലീസ് പിടിക്കുമ്പോഴത്തേക്ക് ഇവരെ പാസ്പോർട്ടിൽ വിസയില്ല. പക്ഷേ പോളണ്ടിലാണ് വരുന്നതെങ്കിൽ അതിൽ വിസ അടിക്കും.
ഇവരെ ഇതിൽ പാസ്പോർട്ടിൽ വിസ ഇല്ല, ഡയറക്റ്റ് TRC കിട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ ആ കമ്പനിയിൽ നിന്ന് മാറി പോളണ്ടിലോട്ട് വന്ന് ഇവിടെ പോളണ്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞാണ് ഇവർ വണ്ടിയിൽ കയറുന്നത്, പേപ്പറെല്ലാം റെഡിയായി വരുന്നത്. അപ്പോൾ ഈ 2 മാസം റൂമിൽ പോസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറി നമ്മൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ചെക്കിങ്ങിൽ പിടിച്ചിട്ട് ആദ്യം ഒരു പുള്ളീനെ പിടിച്ച് അവർ പോലീസ് ഫിംഗറിങ് എല്ലാം എടുത്തിട്ട് നേരെ പോളണ്ട് പോലീസിന് കൈമാറി. അവിടെ നിന്ന് നേരെ അവരും ഫിംഗറിങ് എല്ലാം എടുത്തിട്ട് നേരെ അവനെ പറഞ്ഞ് വിട്ടു. 1 മാസത്തിനകത്ത് നാട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടേക്കുന്നത്. അത് നമ്മുടെ കമ്പനി ആയതുകൊണ്ട് വക്കീലിനെ വെച്ചിട്ട് എല്ലാം ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കമ്പനി ഇച്ചിരി പേപ്പർ വർക്കെല്ലാം ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യും. അപ്പോൾ നിലവിൽ ഇപ്പോൾ മിനിങ്ങാന്ന് വേറൊരു പുള്ളീനെയും കൂടെ പിടിച്ചിട്ടുണ്ട്, ലിത്വാനിയെന്ന്. പുള്ളി റൂമിലിരുന്ന് ഭ്രാന്ത് എടുത്തിട്ട് അങ്ങനെ കമ്പനി അടുത്ത് പറഞ്ഞ് ഞാൻ വണ്ടി കൂടെ പോകാമെന്ന് പറഞ്ഞ് പോയി. പുള്ളീനെയും പിടിച്ച്, പുള്ളിക്ക് ഇത് തന്നെയായിരുന്നു അവസ്ഥ. വേറൊരു പുള്ളീനെ പിടിച്ചപ്പോഴത്തേക്ക് ലിത്വാനിയ TRC അവർ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് പുള്ളി കഴിച്ചിലായി. അവർ ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ പുള്ളിയും ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ ലിത്വാനിയയിൽ നിന്ന് വന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. TRC ആവുന്നതുവരെ നിങ്ങൾ വേറെ എന്തെങ്കിലും സൈഡ് ജോലി നോക്കുക. എന്തെങ്കിലും വേറെ ഹൗസോ അല്ലെങ്കിൽ പിന്നെ ഈ നമ്മളെ ഈ സ്വിഗ്ഗി പോലുള്ള സംഭവങ്ങളില്ലേ, ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്ത് പിടിച്ച് നിൽക്കുക. കാരണം TRC കിട്ടാണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പൈസ മുടക്കി വന്ന് നാട്ടിലങ്ങനെ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ തെണ്ടിപ്പോവും, നമ്മളെ പ്രതീക്ഷ എല്ലാം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ചെക്കിങ് കർശനമാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊരിക്കലും നമുക്ക് അങ്ങനെ ഒരു ചെക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. മീനു പിന്നെ മാൾട്ടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മാൾട്ടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിസ എക്സ്പയർ ആയിട്ടുണ്ട്, TRCയും എക്സ്പയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവസ്ഥകൾ എന്താണെന്നൊന്നും അറിയത്തില്ല. അവൻ്റെയും അവസ്ഥ നാട്ടിൽ ലോണും ഹൗസിംഗ് ലോണുണ്ട്, അല്ലാണ്ട് ഇങ്ങോട്ട് വന്ന ലോണുണ്ട്. മൊത്തം കടവും പ്രാരാബ്ദവും, വീട്ടിൽ നിന്ന് വിളിയും, അവിടെ പലിശക്കാർ വീട്ടിൽ വന്നുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ കറക്റ്റായിട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് തന്നെ കടങ്ങൾ തീരും. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.